എ.കെ. ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഒരു സംയുക്ത രക്ഷാസമിതി രൂപീകരിച്ച് നിരാഹാരമടക്കമുള്ള സമര നടപടികളിലേക്ക് കടക്കുകയാണ് നാട്ടുകാർ. അതിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് ഷിരൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. ഇടക്കാലത്ത് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയാണ് എന്ന ഒരു ന്യായീകരണം പറഞ്ഞ് വീണ്ടും തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരവസ്ഥ. ഇപ്പോഴും അർജുൻ എവിടെയെന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിരാഹാരമടക്കമുള്ള ഒരു സമര ക്രമങ്ങളിലേക്ക് നാട്ടുകാരടക്കം കടക്കുന്നത്. തീർച്ചയായും ഈ മാസം 17-ന് വീണ്ടും തിരച്ചിൽ അവസാനിപ്പിച്ചു. 10 ദിവസമായി തിരച്ചിലൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ തുടർച്ചയായി നടത്തിയ തിരച്ചിൽ പിന്നീട് പ്രതികൂല കാലാവസ്ഥ കാരണം അവസാനിപ്പിക്കുകയായിരുന്നു. വീണ്ടും സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് 3-4 ദിവസം തിരച്ചിൽ നടന്നത്. എന്നാൽ 17-ാം തീയതി അവസാനിപ്പിച്ച തിരച്ചിൽ പിന്നീട് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുക എന്ന് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഷിരൂരിൽ ഉണ്ടായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവലി പുഴയിലേക്ക് വലിയ തോതിൽ മണ്ണ് വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മണ്ണ് പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ അർജുൻ ഓടിച്ചിരുന്ന ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ലോറിയുടെ കയറും ചില ഭാഗങ്ങളുമെല്ലാം ലഭിച്ചിരുന്നെങ്കിലും ലോറി എവിടെയാണെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് ലോറി ഉടമ മനാഫും അതേപോലെ തന്നെ സംയുക്ത സമിതിയും പറയുന്നത് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിനാവശ്യമായ തുക മുടക്കാൻ പോലും തങ്ങൾ തയ്യാറാണ്. എന്നാൽ അതിനനുകൂലമായൊരു നിലപാടല്ല കർണാടക സർക്കാരിൻ്റെയും അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയെയും എല്ലാം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അർജുൻ്റെ കുടുംബം അടുത്ത ദിവസം നാളെയോ 28-ാം തീയതി കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു അനുവാദം അവർക്ക് ലഭിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും കുടുംബം ആവശ്യപ്പെടുന്നത് തിരച്ചിൽ പുനരാരംഭിക്കണം, അർജുനെ കണ്ടെത്തണം, അർജുൻ്റെ ലോറി കണ്ടെത്തണം. ഒപ്പം മറ്റുള്ളവർക്കായുള്ള തിരച്ചിലും അവിടെ മറ്റ് പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ കാണാതായ സാഹചര്യമുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അർജുൻ്റെ കുടുംബവും അതേപോലെ തന്നെ ലോറി ഉടമ മനാഫും ഈ അർജുൻ രക്ഷാസമിതി എന്ന പേരിൽ രൂപീകരിച്ച ഇവിടെയുള്ള സംഘടനകളും ആവശ്യപ്പെടുന്നത്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്ന അലംഭാവം തുടരുന്നൊരു സാഹചര്യത്തിലാണ് ലോറി ഉടമ മനാഫ് നിരാഹാരമടക്കമുള്ള സമരപരിപാടികളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് പറഞ്ഞത്. എന്തായാലും സന്നദ്ധ സംഘടനകളെയും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തകരെയും സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം NDRF-നെ അടക്കം ആർമി നേവി ഉൾപ്പെടെയുള്ള ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള കൃത്യമായ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് അർജുൻ്റെ കുടുംബവും അതേപോലെ തന്നെ ലോറി ഉടമ മനാഫും ഒപ്പം അർജുൻ രക്ഷാസമിതിയും മുന്നോട്ട് വെക്കുന്നത്. ഇല്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് സമരപരിപാടികളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. എന്തായാലും ഈ സംയുക്ത സമര സമിതിയും അതേപോലെ തന്നെ അർജുൻ്റെ കുടുംബവും കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടായില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് ഈ സംഘടന എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. വിനിഷ. ശരി, ലതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പെ അടക്കം അർജുൻ്റെ വീട്ടിലെത്തി വീട്ടുകാരെ ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും തിരച്ചിൽ നടത്താനുള്ള ഒരു അനുമതി ഈശ്വർ മാൽപ്പെ സംഘത്തിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ഷിരൂരിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്ന് ഒരു തിരച്ചിൽ പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും കർണാടക സർക്കാർ നൽകുന്നില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ചേർന്ന് ഒരു സംയുക്ത രക്ഷാസമിതി രൂപീകരിക്കുന്നു. അർജുൻ വേണ്ടി നിരാഹാര സമരമടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ ഒരുങ്ങുന്നു. അലംഭാവം തുടരുകയാണ് കർണാടക സർക്കാരെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു നടപടിയും ഇനിയും കർണാടക സർക്കാർ കൈക്കൊള്ളുന്നില്ല എങ്കിൽ തീർച്ചയായും നിരാഹാര സമര നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് നാട്ടുകാരടക്കമുള്ളവരുടെ തീരുമാനം. എ.കെ. ലതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.